നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുലിയായി വന്ന ആള് ലാസ്റ്റ് പൂച്ചയായി മാറി, അല്ലെങ്കിൽ എലിയായിട്ട് മാറി. ആ കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. മോഹൻലാൽ പുലിയായി വരാനായിട്ടുള്ള കാര്യം, മോഹൻലാൽ പൂച്ചയായിട്ട് മാറാനുള്ള കാര്യം രണ്ടും നമുക്ക് വളരെ സീക്രട്ടാണ്. എന്താ സംഭവിച്ചത് അവിടെ, അതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ബിഗ് ബോസിൻ്റെ അകത്ത്, ബിഗ് ബോസ് ഒരു രഹസ്യ കൂടാര, അവിടെ നടന്ന ഒരു ചീറ്റിംഗ്, കള്ളക്കളി ആണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് പറയട്ടെ. അനു എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥി, ആ മത്സരാർത്ഥി ഇന്നലെ മോഹൻലാലിൻ്റെ മുമ്പിൽ കാണിച്ച പെർഫോമൻസ് മോഹൻലാലിൻ്റെ മുമ്പിൽ കാണിക്കാനുള്ള കാരണം, മോഹൻലാലിനെ കണ്ടാൽ, മോഹൻലാൽ ഇന്നലെ സംസാരിച്ച പോലെ സംസാരിച്ചാൽ അനു മൂത്രമൊഴിക്കും. അത്ര പേടിയുള്ള കുട്ടിയാണ്, അത്ര പേടിയാണ് അനുവിന് മോഹൻലാൽ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ്. അങ്ങനെ ഒരാൾ ഇത്രയും ഗംഭീരമായി ആക്രോശിച്ചിട്ട് ഒന്ന് കരയാനോ ഒരു തുള്ളി കണ്ണീര് വരാനോ ഉണ്ടായില്ല. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെയാണ് ബിഗ് ബോസിൻ്റെ തിരക്കഥ നമ്മൾ പരിശോധിക്കേണ്ടത്. ആ തിരക്കഥയിലേക്കാണ് ഞാൻ കിടക്കുന്നത്. എന്താണ് അവിടെ ഒരു കിസ്സിങ് നടന്നു. ആ കിസ്സിങ് അനു പൊട്ടിച്ചു. അവിടെ നടന്നോ നടന്നില്ല അത് വേറെ കാര്യം, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നടന്നില്ല എന്നുള്ളത്, അതവിടെ ഇരിക്കട്ടെ. ബിഗ് ബോസ് രഹസ്യമായി നമ്മുടെ അനുവിനോട് കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് ബിഗ് ബോസ് സംസാരിക്കുന്നു. അനു നമ്മുടെ ബിഗ് ബോസ് ആയിട്ട് ഒരു കൊല്ലത്തെ എഗ്രിമെൻ്റാണ്, അടുത്ത സീസൺ തുടങ്ങുന്നവരെ അനുവായിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ മത്സരാർത്ഥികൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരു കണ്ടൻറ്റും തരുന്നില്ല, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ നടക്കുന്നത്. അപ്പോൾ ഒരാഴ്ചയിലും നമുക്ക് പ്രേക്ഷകരെ പിടിച്ച് നിർത്തണമെങ്കിൽ നമുക്ക് കണ്ടൻറ്റ് വേണം. കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അനു ഇപ്പോൾ ഈ നമ്മുടെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ട ഭൂതമില്ലേ, ആ ഭൂതം ഒന്നും കൂടി ഒന്ന് കൊഴുപ്പിക്കണം. അനു ആദ്യമേ പറഞ്ഞത് ബിഗ് ബോസിൻ്റെ ഒരു തിരക്കഥയല്ല, അത് ആ സംഭവിച്ച, അവൾ ആലോചിച്ച് സംഭവിച്ചുണ്ടാവാം എന്ന് പറഞ്ഞുള്ളൊരു കഥയാണ്. അത് പിടിവള്ളിയാക്കി ബിഗ് ബോസ് വീണ്ടും കളിക്കാൻ ഇറങ്ങണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ച, ഓണത്തിൻ്റെ ആഴ്ച, ഹൈ കോമ്പറ്റീഷൻ നടക്കണം എല്ലാ ചാനലുകളും, TRP കിട്ടണം, പരസ്യത്തിനാഴ്ച ഒരുപാട് റൈറ്റ് കൂടുതൽ മേടിക്കുന്നതാണ്. അതുകൊണ്ട് പ്രേക്ഷകർ ബിഗ് ബോസിൻ്റെ കൂടെ നിൽക്കണം, അതിന് കണ്ടൻറ്റ് വേണം. ആ ഈ ആഴ്ചത്തെ കണ്ടൻറ്റ് നമ്മുടെ അനുമോളാണ്. അപ്പോൾ അനുമോളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനുമോളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇങ്ങനെ പറഞ്ഞതും ഇങ്ങനെ അവിടെ നടന്നതും നമ്മളായിട്ടുള്ള ഒരു സംസാരങ്ങളും അതൊക്കെ ഇവിടെ തന്നെ വെച്ച് മറക്കണം. പുറത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും ആരോടും പറയാൻ പാടില്ല, കുടുംബക്കാരോട് പോലും പറയാൻ പാടില്ല. എന്തെങ്കിലും ഇവിടെ നടക്കുന്നത്, ഇവിടുത്തെ രഹസ്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ ഒരു കൊല്ലം നിങ്ങളായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാം, കോടതി വ്യവഹാരം നടത്താം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരൊറ്റ സ്റ്റാൻഡിൽ നിൽക്കുക. പുതപ്പിൻ്റെ ഉള്ളിൽ കിസ്സിങ് നടന്നു, ലാലേട്ടൻ ആക്രോശിക്കും, ലാലേട്ടൻ ക്രൂരമായി സംസാരിക്കും. അതൊന്നും അനുമോൾ മൈൻഡ് ചെയ്യണ്ട. അനുമോളുടെ സ്റ്റാൻഡിൽ അനുമോൾ ഉറച്ചു നിൽക്കുക, ഇത്ര മാത്രമേ വേണ്ടോ. അപ്പോൾ ഞാൻ കണ്ടതാണ്, ഈ നിങ്ങൾ 72 ക്യാമറ കണ്ടില്ലെങ്കിൽ എൻ്റെ 2 ക്യാമറ, എൻ്റെ 2 കണ്ണ് കണ്ട കാര്യമാണ് ഞാൻ പറയണത്. ലാലേട്ടൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കണ്ടു, ഞാൻ അതിന് സാക്ഷിയാണ്. ഇവിടെ ആര് സാക്ഷി അല്ലെങ്കിലും ഞാൻ സാക്ഷിയാണ്. എൻ്റെ ബെഡിയെ കിടന്നാൽ അവർ കിസ് ചെയ്യുന്നത് എനിക്ക് കാണാം. ക്യാമറ എന്ന് പറഞ്ഞാൽ അത് ടേൺ ചെയ്യുന്ന ക്യാമറയാണ്. 72 ക്യാമറ കിടക്കുന്നിടത്തല്ല കൊണ്ടുവച്ച് പോകുന്നത്, അത് 72 സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ കിടക്കുന്നിടത്ത് 1-2 ക്യാമറ ഉണ്ടായിരിക്കാം. ആ ക്യാമറയുടെ ആംഗിൾ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്യാമറ ഇല്ല. ആ സമയത്തിന് ഒരു കിസ് ചെയ്തെന്നുള്ളത് വ്യക്തമായി, ശക്തമായി, മോഹൻലാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശക്തമായി അതിനെ എതിർത്ത് ആ സ്റ്റാൻഡിൽ തന്നെ നീ നിൽക്കണം. അപ്പോഴാണ് നമുക്ക് TRP കൂടുക. അതുമല്ല, നിനക്ക് ഒരുപാട് ഫാൻ ബേസ് കൂടും. നീയപ്പോൾ ഉരുക്ക് മനുഷ്യത്തി. അപ്പോൾ ഉരുക്കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യത്തിയായി ഞങ്ങൾ ബിഗ് ബോസ് നിന്നെ മാറ്റാം. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഓക്കെയാണ്, ഞാനതുപോലെ നിന്നോളാം. പിന്നെ
കരയരുത്, കണ്ണീർ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരരുത്. കണ്ണീർ നിന്ന് വരില്ല, ഇതൊരു നാടകമാണല്ലോ, ഫാബ്രിക്കേഷനാണല്ലോ. അപ്പോൾ എൻ്റെ കണ്ണീർ നിന്ന് ഒരു ചുക്കും വരില്ല, ഒരു തേങ്ങയും വരില്ല. ഒരു പേടിയും വിചാരിക്കാൻ. എനിക്ക് അത്ര സ്റ്റാൻഡിങ് ആയിട്ട് ഇനി നിൽക്കാലോ. ലാലേട്ടനോട് എനിക്ക് ബഹുമാനമാണ്. ലാലേട്ടനെ ഞാൻ ദൈവത്തിനെ പോലെ കാണുന്നൊരു വ്യക്തിയാണ്. ലാലേട്ടനോട് ഇങ്ങനെ പറയുമ്പോൾ തിരിച്ച് പറയാൻ എനിക്കൊരു വിഷമമുണ്ട്. പക്ഷെ ഇത് ഗെയിമാണല്ലോ അനു, ഇത് ഗെയിമാണ്. ഈ ഗെയിമിൽ നമുക്ക് മോഹൻലാലോ ബിഗ് ബോസോ അനുവോ മറ്റുള്ള മത്സരാർത്ഥികളോ ഒന്നുമില്ല. നമുക്കൊറ്റ ഗെയിമാണ്. നമ്മൾ ഒരു കഥാപാത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ പോകണം. ഓക്കെ ബിഗ് ബോസ്, ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ ഒരു ആവശ്യം ബിഗ് ബോസ് നടത്തി തരണം. പറഞ്ഞോളൂ അനുവിന് എന്താണ് ആവശ്യം? എന്നെ ഇവിടെ ഒരുപാട് ദ്രോഹിക്കുന്ന, എനിക്ക് ഏറ്റവും അധികം ദേഷ്യമുള്ള ഒരാളുണ്ട് ഇവിടെ, അപ്പാനി ശരത്ത്. അതിന് ഇപ്രാവശ്യം ഒന്ന് കെട്ടിക്കണം, ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതെനിക്കൊരു ആവശ്യമാണ്. എൻ്റെ കളിക്ക് പലതും തടസ്സം നിൽക്കുന്ന അദ്ദേഹമാണ്. അതുപോലെ അക്ബറും. അതൊന്നുമില്ലെങ്കിൽ രണ്ടുപേരും കൂടിയാലാണ് ഒരു ശക്തി. അവൻ പോയി കഴിഞ്ഞാൽ അക്ബറിൻ്റെ വലത് കൈ പോയ പോലെയാണ്. അപ്പോൾ അനു പറയണത് ഇപ്രാവശ്യം നമ്മുടെ ഒനിയനെ വിടാൻ നിൽക്കുന്ന സമയത്ത് അപ്പാനിനെ കൊണ്ടുപോകണമെന്നാണ് പറയണതല്ലേ? ആയിക്കോട്ടെ, അത് നിങ്ങൾ ഈ പറഞ്ഞ അതേപോലെ ഞങ്ങൾ അംഗീകരിച്ചു. അപ്പാനിനെ കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ കപ്പിൻ്റെ കാര്യത്തിൽ അനുമോൾക്ക് ഒരു ഉറപ്പ് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് ഞങ്ങൾക്ക് ആർക്കും കൊടുക്കില്ല. ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ കണ്ടൻറ്റിന് വേണ്ടി ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും, അത്ര മാത്രമുള്ള അതിനും. അങ്ങനെ ആ ഒരു കൺവെൻഷൻ റൂമിലെ ചർച്ച അവിടെ അവസാനിച്ച് ആ ചർച്ചയുടെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇപ്പോൾ ആൾക്കാർക്കും നമുക്കെല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാവരെയും വിഡ്ഢികളാക്കി നമ്മുടെ അനു. ബിഗ് ബോസ് മോഹൻലാൽ ഇതിൽ ഭാഗമാക്കല്ല. മോഹൻലാൽ ആഴ്ചയിൽ ഒരു ദിവസം വരണം, ബിഗ് ബോസ് പറയണ അതിനൊരു ഷോ ഡയറക്ടറുണ്ട്. ഇപ്പോൾ ഈ ഹാഫീസാണോ എന്ന് അറിയില്ല. ഹാഫീസ് ഇന്ന് എല്ലാ ശനി ഞായറും മോഹൻലാൽ വരുമ്പോൾ മൂപ്പരാണ് അത് ഷോ ഡയറക്റ്റ് ചെയ്യാറ്. ബാക്കിയുള്ള ദിവസമൊക്കെ വേറെ ആരാ ചെയ്യാറ്. അപ്പോൾ ഹാഫീസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫീസ് ഭയങ്കര തലമണ്ടിയുള്ള ആളാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം മേക്കിങ്. അപ്പോൾ ലാലേട്ടൻ വരുന്നത് ലാലേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ, ലാലേട്ടൻ ഒരു കഥാപാത്രമായി അഭിനയിക്കുന്നത് ലാലേട്ടൻ പോകണം. ഇതിൽ യാതൊരു പങ്കും ലാലേട്ടനില്ല. ലാലേട്ടൻ അതുപറ്റി അന്വേഷിക്കാറുമില്ല. പക്ഷേ ലാലേട്ടൻ ഇന്നലെ ശക്തമായി അനുവിനെ താക്കീത് ചെയ്തു. എന്നിട്ട് പോലും അനുവിൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് വന്നില്ല. അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി പോലും ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ ബിഗ് ബോസ് ആ പാവേനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം. ഇന്നലെ എന്തുണ്ടായി? മോഹൻലാലിൻ്റെ നിർബന്ധപ്രകാരം പാവേനെ കൊണ്ടുപോയി എടുത്തു കൊണ്ടുവന്നു. അബ്കറുടെ കയ്യിൽ പാവേനെ കൊടുത്തു, ആരിൻ്റെ കയ്യിൽ കൊടുത്തു, അത് കഴിഞ്ഞ് അപ്പാനി കയ്യിൽ കൊടുത്തു. അപ്പാനി കയ്യിൽ കൊടുത്തതോടുകൂടി അപ്പാനി പുറത്തു പോയി. അപ്പോൾ ആ പാവയിലുള്ള കൂടോത്രം അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് പേടിയാണ്, അപ്പാനിക്ക് പേടിയാന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. മോഹൻലാലും പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പാവേനെ പേടിയാണോ? ഇവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. എന്നിട്ട് ആ പ്രോപ്പർട്ടി തിരിച്ച് നമ്മുടെ സ്റ്റോറിൽ വെച്ചിട്ട് അതിങ്ങോട്ട് തിരിച്ചെടുക്കാനല്ല ലാലേട്ടൻ പറഞ്ഞത്. അത് വെച്ച് നീ ഇനിയും കളിച്ചോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അനുവിന് ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ യാതൊരു ശിക്ഷയുമില്ല. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ നാണമുള്ള സ്ത്രീയാണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. പിന്നെ എന്തെങ്കിലും ശിക്ഷകൾ കൊടുത്തോ? ശിക്ഷകൾ കൊടുത്തത് എന്താണ്? എല്ലാവർക്കും കൂടിയുള്ള ശിക്ഷ. ഇതിനെല്ലാവരും തുല്യ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുക. ഇതാണ് മോഹൻലാൽ ശിക്ഷ വിധിച്ചത്. ഇന്നലെ ഓൾഡ് സ്പോട്ടിൽ അനുവിന് ഇത്രയും വലിയ അപവാദം പറഞ്ഞത് അതവിടെ നുണയാന്ന് തെളിഞ്ഞിട്ട് അനുവിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ തിരക്കഥ നടന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പാനി ശരത്ത് ഇപ്പോൾ പുറത്തു പോകേണ്ട ആളല്ല. എല്ലാ വോട്ടിങ്ങിലും അപ്പാനി ശരത്ത് ഒനിൽ സാബുവിനും അതുപോലെ തന്നെ ഈ ശൈത്യ സന്തോഷിനേക്കാളും ആരിനേക്കാളും മേലെയാണ് അപ്പാനി ശരത്ത്. എന്നിട്ട് അപ്പാനി ശരത്ത് പുറത്തു പോകേണ്ടി വന്നു. ഇന്ന് പുറത്തു പോകണം ശൈത്യണം. അത് ഇന്നലെ പോകേണ്ട ആളെ ഇന്നേക്കാക്കി ഒനിയലിനെ അവിടെ പിടിച്ചു നിർത്തി. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അനു പറഞ്ഞ കാര്യം ബിഗ് ബോസ് സാധിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നാടകങ്ങളും തിരക്കഥകളൊക്കെ നടക്കുന്നുണ്ടെന്ന് അവരെല്ലാ തിരക്കഥയും പ്രകാരമാണ് അവിടെ നടക്കുന്നതെല്ലാം. പക്ഷെ എല്ലാവരുമായിട്ടൊന്നും അവർ തിരക്കഥ എക്സിക്യൂട്ടീവ് ചെയ്യില്ല. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അവരായിട്ട് അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും.
കപ്പൊന്നും ഓഫർ ചെയ്യില്ല. എന്നിരുന്നാലും അവിടെ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിബദ്ധനമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എല്ലാം എന്ത് ചോദിച്ചാലും കല്ലനങ്ങിയാലും അല്ലെങ്കിൽ കുന്ന അനങ്ങിയാലും അനുമോൾ അനങ്ങില്ല. എന്താണ് അനു ഇന്നലെ ഈ മോഹൻലാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്നലെ അവിടെ കണ്ണീരും മഴ പൊഴിച്ചേനെ. ഇന്നിവിടെ നമുക്കിന്ന് വെയില, ഇന്നിവിടെ മഴ പെയ്തേനെ. അത്രയധികം കണ്ണീര് കളഞ്ഞേനെ. ലാലേണ്ണ അത്രയധികം ബഹുമാനിക്കുന്ന ആളാനു. എന്നിട്ട് മുഖത്തൊരു ഭാവമുണ്ടായ, ക്രൂരമായ ഭാവം ഉണ്ടായത്. അതുപോലെ തന്നെ മോഹൻലാൽ ഇന്നലെ ഓണായിട്ട് വീട്ടിൽ ചെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഗോൾഡ് കോയിൻ എല്ലാവർക്കും കൊടുത്തു. അവരെ കൂടെ ഇരുന്ന് സ്കിറ്റ് കണ്ടു. എന്നിട്ട് പോലും അനുമോൾ മോഹൻലാലിനെ തിരിഞ്ഞു നോക്കിയില്ല. അതെന്താണ്? ആ തിരക്കഥയുടെ ശക്തി. അത് നിങ്ങൾ വാച്ച് ചെയ്താൽ അറിയാം. അനുമോൾ ഒരിക്കലും മോഹൻലാലിൻ്റെ അടുത്ത് ചെല്ലില്ല, മോഹൻലാലിനോട് സംസാരിക്കില്ല, മാറി നിൽക്കുന്നു. ഫോട്ടോസ്റ്റാറ്റ് പോലെ ഒറ്റ മുഖഭാവത്തിലാണ് അവൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇതെന്താണ് കളി നടക്കുന്നത്, എന്താണ് കഥ നടക്കുന്നത്. അവൾ പറഞ്ഞത് ശരിയാ. ഞാൻ ഈ കാശും മേടിച്ച് പുട്ടടിച്ചിരിക്കാനല്ല അവിടെ വന്നത്. എന്നാൽ കഴിയുന്ന TRP ഉണ്ടാക്കാൻ എന്തെങ്കിലും കണ്ടൻറ്റ് ഞാൻ കൊടുക്കും. മോഹൻലാൽ അതിനെ പറഞ്ഞു, നിങ്ങളൊരു കണ്ടൻറ്റ് ഞങ്ങൾക്ക് തരണ്ട, ബിഗ് ബോസിന് കണ്ടൻറ്റ് തരുന്ന ആൾക്കാർ നിങ്ങളല്ല, ബിഗ് ബോസിന് കണ്ടൻറ്റ് ഉണ്ടാക്കിക്കോളും എന്ന് പറഞ്ഞ മോഹൻലാൽ കള്ളത്തരം. മോഹൻലാൽ നുണയൊക്കെ പറയട്ടെ. ഇതിനു മുമ്പ് മോഹൻലാൽ പറഞ്ഞു, ബിഗ് ബോസിന് ഞാൻ കണ്ടിട്ടില്ല, ബിഗ് ബോസിൻ്റെ ശബ്ദത്തിൻ്റെ ഉടമേനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. മോഹൻലാലിന് അറിയാം ബിഗ് ബോസിൻ്റെ ഉടമ ആരാന്ന്. അത് തൃശ്ശൂർക്കാരനാണ്, പട്ടാമ്പിയിലെ മൂപ്പര വീട്. ഇതിനു മുമ്പൊക്കെ അവിടെ വരുമ്പോഴൊക്കെ മോഹൻലാൽ കാണാറുണ്ട്. പക്ഷെ മോഹൻലാൽ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ മോഹൻലാൽ പറഞ്ഞത് ബിഗ് ബോസിനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ മുതലാളി ഇപ്പോൾ ജിയാണല്ലോ. ജിയുടെ മുതലാളിനെ കണ്ടില്ല എന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവും. അതായിരിക്കും, അത് നമുക്കറിയില്ല. എന്നിരുന്നാലും ബിഗ് ബോസിൻ്റെ ശബ്ദത്തിന് ഉടമേനെ മോഹൻലാലിനെ അറിയില്ല, കണ്ടിട്ടില്ല, പരിചയപ്പെട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് വെറുതെ പറഞ്ഞല്ലേ. അപ്പോൾ ആവശ്യത്തിന് മോഹൻലാൽ ബിഗ് ബോസിൽ വന്ന് നുണയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മോഹൻലാൽ നിരപരാധിയാണ്. ഈ വക ഇന്നലത്തെ ഇത്രയും വലിയ നാടകം അവിടെ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അതിൽ ഭാഗഭാക്കൊന്നുമല്ല. ഇത് ബിഗ് ബോസും അനുമോളും തമ്മിലുള്ള ഒരു കോംബോയാണ്. അതിന് അഡീഷണലായിട്ട് പൈസ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഇതിനൊക്കെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. ഏറ്റവും ഒരു മാനുഷിക പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹം എന്താണെന്ന് പറഞ്ഞാൽ അറിയാനായിട്ട് ആ രേണുവിൻ്റെ വാക്കുകൾ മതി. രേണുവിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ 60 ദിവസം 70 ദിവസം 80 ദിവസമൊക്കെ രേണുവിന് സുഖമായിട്ട് അവിടെ നിൽക്കാം. അതിനുള്ള ഫാൻ സ്പേസ് ഇപ്പോൾ പുറത്തുണ്ട്. എന്നിട്ട് പോലും എൻ്റെ കുട്ടികളാണ് വലുത്, എൻ്റെ കുടുംബമാണ് വലുത്, എൻ്റെ മക്കളെ കാണാണ്ടോട് ജീവിക്കാൻ പറ്റില്ല, ഇവിടെ ശരിയല്ല, ഇവിടെ ഞാൻ നിന്നാൽ ഞാൻ അല്ലാണ്ടായി പോകില്ല ലാലേട്ടാ, എന്നെ പുറത്തേക്ക് വിടും, എനിക്ക് ഇവിടെ വേണ്ട, കാശല്ല വലുത്, മക്കളെ വലുത്. ആ അമ്മയുടെ സ്നേഹം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതാണ് ഇതിൽ നിന്നും ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് ലക്ഷങ്ങൾ കിട്ടാമെങ്കിൽ അത് വേണ്ട, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വലുത് നമ്മുടെ വീട്, കുടുംബം, മക്കൾ. അതാണ് പെണ്ണ്. അതിനെ പറ്റിയിട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പാവ, അത് ശുദ്ധഗതിക്കാരിയാണ്. അതിൻ്റെ മനസ്സ് തുറന്നതാണ്. മറ്റുള്ളവർ മുഴുവൻ അവിടെ കളങ്കമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇന്നലെ മോഹൻലാൽ ചോദിച്ചു ഓരോരുത്തരോട്, നമ്മുടെ പ്രവീണോട് ചോദിച്ചു, പ്രവീൺ നിങ്ങൾ വൈറ്റ് കാർഡല്ലേ? നിങ്ങൾ വൈറ്റ് കാർഡല്ല, വൈറ്റ് ചെറ്റകളാണ് നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? അവൻ തിരുമുമ്പ് അവൻ്റെ കഥ പറഞ്ഞപ്പോൾ അവൻ ജനിച്ചപ്പോൾ തൊട്ട് ഹിന്ദി ബിഗ് ബോസ് കണ്ടു തുടങ്ങിയതാണ്. ബിഗ് ബോസ് കണ്ടിട്ട് എനിക്ക് എൻ്റെ ജോലി കളഞ്ഞു, IT ജോലി കളഞ്ഞു, മറ്റേ ജോലി കളഞ്ഞു, എല്ലാം കളഞ്ഞ് ഞാൻ ബിഗ് ബോസിലേക്ക് യൂട്യൂബറായിട്ട് കയറി വന്നത്. എന്നിട്ട് അവൻ എന്തവിടെ കാണിക്കുന്നു? ഇവനാണോ ഇതൊക്കെ കണ്ട് പഠിച്ചു വന്ന ആൾ? ഇവനൊക്കെ വല്ല ചാണം കളിക്കത്ത് ചൂലുകൊണ്ടെടുത്ത് അടിക്കണം. ഇവനൊക്കെ പറയണ ഗുണ്ടവിലയാട്ടാ അത്ര രാത്രിയിൽ ഇവിടെ നടക്കുന്നത്. എന്ത് വൃത്തികടവൻ പറയണം ലാലേണ്ണോട്. ഇതെന്താ അപ്കറും ഇവരും കൂടി ഒരു കാര്യം പറയാൻ ചെന്നിട്ട് ആ ക്യാപ്റ്റൻ്റെ പുതപ്പ് പിടിച്ച് വലിച്ചാണ് ഇവിടെ ഗുണ്ടവിളയാട്ടം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവനൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാബു മോനുണ്ട്. അയ്യോ ഷാബു മോൻ, ഇവനൊക്കെ ആരതിൻ്റെ ഉള്ളിൽ കടത്തി വിട്ടത്? ഒരു കൊരങ്ങൻ, ഒരു കളി അറിയില്ല, ഒരു കുന്ത്രണം അറിയില്ല. ഈ ബിഗ് ബോസ് ഇവരൊക്കെ യൂട്യൂബിലെ സബ്സ്ക്രൈബർ നോക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളണത്. എന്നിട്ട് ഇവർ കണ്ടില്ല അവിടെ കാണിക്കുന്നത്. ഏറ്റവും മോഹൻലാലിനോട് പറയാം, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കല്ല ലേട്ടാ, നീ പഠിക്കുക കഴിയുമ്പോഴേക്കും നിൻ്റെ ഇത് ബിഗ് ബോസ് കഴിയട്ടെ മോനെ, ഇതൊന്നും ബിഗ് ബോസ് ഒന്നും പഠിക്കാനില്ല. അപ്പം പുറത്ത് നിന്നിട്ടൊന്നും പഠിച്ചില്ലേ? കമ്മ ശിവ എന്നൊരു അക്ഷരം വർത്താനം പറയാനും അറിയില്ല, അവിടെ ബിഹേവ് ചെയ്യാനും അറിയില്ല, തിന്നാനും തൂറാനും മാത്രം അറിയാൻ വേണ്ടി വന്നു നോക്കുക കിട്ടുന്ന കാശും. ഈ യൂട്യൂബിൽ കിടന്ന് തൊള്ള തുറക്കുന്ന ആൾക്കാരൊന്നും കൊണ്ടുവന്ന് ബിഗ് ബോസിലിടല്ലേ. ഇവർക്കൊന്നും ബിഗ് ബോസിൽ വന്ന നാവില്ല.
യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നത് തിരിച്ചാരും ഒന്നും ചോദിക്കില്ലല്ലോ, ആരും പ്രതികരിക്കാനില്ലല്ലോ. അവിടെ അങ്ങനെയല്ല, അസലായി തിരിച്ച് ചോദിക്കും. അതുപോലെ തന്നെ ഇവരുണ്ടാക്കി തിരക്കാതെ ഇവിടെ യൂട്യൂബിൽ നിന്ന് തള്ളണ പോലെയൊന്നും ആ ബിഗ് ബോസിന് നടക്കില്ല. അത് ബിഗ് ബോസാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു വർക്ക്ഷോപ്പ് വെച്ചിട്ട് ഇവരൊക്കെ കൊണ്ടുവന്ന് ഇവരെല്ലാവരും ഇട്ടിട്ട് അവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ കൂതറകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ മതി. അല്ലെങ്കിൽ ഇവരൊക്കെ സഹിക്കേണ്ട പ്രേക്ഷകരാണ്. വലിയ കഷ്ടം അതൊക്കെ. ഇന്നത്തെ എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതൊക്കെ തോന്നണത്. ഉണ്ടാവളയാട്ടാത്ര, അതിന് ലാലേണ്ട മറുപടി ഇല്ല. ഇത്രയും വലിയ മത്താനി അവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടി, അതിനും ലാലേണ്ണ ഒന്നും ചോദിക്കാനില്ല. എല്ലാം ഞാൻ ചോദിക്കാം, ഇരിക്കി നിങ്ങളെല്ലാവരും ഇരിക്കും, ഞാൻ ചോദിക്കാം. ഒരു ചോദ്യമില്ല, ഒരു മറുപടിയില്ല, ഒരു ശിക്ഷയില്ല. എന്താണോ ഒരു ബിഗ് ബോസിൻ്റെ ഷോയുടെ ജനാധിപത്യം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു ജനാധിപത്യമല്ല, ഇത് ബിഗ് ബോസിൻ്റെ ഏകാധിപത്യം. അതാണ് നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ മനസ്സിലായത്. എപ്പിസോഡൊക്കെ കലക്കനായിട്ട് ഒരു കുഴപ്പമില്ല, അതൊക്കെ പൊളിച്ചു. ലാലേട്ടനല്ല വരുന്നത്. ലാലേട്ടൻ ഇങ്ങനെയൊക്കെ ദേഷ്യത്തിൽ സംസാരിക്കുക സിനിമയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒറിജിനലായിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നത് സംസാരിക്കാന്ന് പറഞ്ഞാൽ വലിയ ഒരു നമുക്കൊരു ഓണവിരുന്ന് തന്നെയാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നിരുന്നാലും ന്യായങ്ങൾ കണ്ടാണ് നമ്മൾ പറയണം, തെറ്റുകൾ കണ്ടാൽ നമ്മൾ വിളിച്ച് പറയും. അപ്പോൾ അത് നമ്മൾ ലാലേട്ടനായാലും ബിഗ് ബോസ് ആയാലും അവിടുത്തെ മത്സരാർത്ഥികളായാലും അതാണല്ലോ ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. തെറ്റുകൾ കണ്ടാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ഇന്നലെ കാണിച്ചത് മുഴുവൻ ഒരു തീരെ നാടകമായിട്ടാണ് പ്രേക്ഷകർക്ക് മനസ്സിലായി പോണത്. പുറത്ത് പോകേണ്ട ആളല്ല പുറത്ത് പോയത്. പുറത്ത് പോകേണ്ട ആൾ അവിടെ കല്ല് പോലെ കുന്നുപോലെ ഉരുക്ക് മനുഷ്യത്തി അവിടെ നിന്നിട്ട് ലാലേണ്ണ പോലും വിറപ്പിച്ച് വിട്ടു എന്ന് പറയാം. അപ്പോൾ അതാണ് കാര്യം. ഇതിനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നീണ്ടുപോകും. നമുക്കൊരു വീഡിയോ കൂടി വേറെ ചെയ്യാം. അപ്പോൾ ഇതുവരെ എൻ്റെ റിവ്യൂ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ